അന്തിപ്പൊൻ വെട്ടം നല്ലതാണു. ഹലോ, നമ്മളെല്ലാരും കൂടി ഇപ്പൊ ഹൈപ്പറായി കാവടി തുള്ളി പോകുന്നത് ടോപ്പർ മോറി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. നമ്മൾ എപ്പോഴും വിചാരിക്കും ഒരുമിച്ച് എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് പോകണം എന്നുള്ളത്. മാക്സിമം ട്രൈ ചെയ്യും, പോവുകയും ചെയ്യും. കൺട്രി സൈഡിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ രണ്ട് സൈഡും നല്ല ഭംഗിയായിരുന്നു. നല്ല ഗ്രീനറി, പച്ചപ്പ്, ഹരിതാരം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ. നിങ്ങൾ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാവും, ഒരു കുതിരവണ്ടിയല്ലേ ആ കണ്ടത് എന്നുള്ളത്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, മെനോനൈറ്റ്, അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യാന്ന് അറിയില്ല. മെനോനൈറ്റ് കമ്മ്യൂണിറ്റി. അവിടെ ഒരു ട്രൈബ്സ് പോലെയാണ് അവർ. ആക്ച്വലി എന്താന്ന് വെച്ചാൽ ഇവർ ട്രാവൽ ചെയ്യുമ്പോൾ കുതിരവണ്ടിയിലാണ് ട്രാവൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലുള്ള കടകളിലൊക്കെ ഇവരെ കുതിരവണ്ടി, നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്നത് പോലെ കുതിരവണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസും ഉണ്ട്. നമ്മളെവിടെ ട്രിപ്പ് പോവുകയാണെങ്കിൽ, അത് എസ്പെഷ്യലി റോഡ് ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ പാട്ട് വെച്ച് ഡാൻസ് കളിച്ച് ഗെയിംസ് ഒക്കെ കളിച്ചിട്ടേ പോവുള്ളൂ. അതാണ് നമ്മളെ വൈബ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് കാഴ്ചകൾ കണ്ടിട്ട് അതങ്ങനെ ഒരു സമയം ഉണ്ടാവും. പക്ഷേ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അടിച്ചു പൊളിച്ച് പോകാനാണ്. നമ്മൾ ആദ്യം തന്നെ പോയത് ഭയങ്കരമായിട്ട് ബ്യൂട്ടിഫുൾ ആയ ഒരു ബീച്ചിലേക്കാണ്. കാര്യം നമുക്ക് ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയുള്ള ഡെസ്റ്റിനേഷൻസിലൊക്കെ, അതായത് പോപ്പുലർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ ആദ്യം റിസർവേഷൻ വേണം, സ്പോട്ട് ബുക്ക് ചെയ്യണം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. പക്ഷെ നമ്മൾ ഇന്നലെ രാത്രി 12 മണിക്ക് സെറ്റായ ഒരു ട്രിപ്പ് ആയതുകൊണ്ട് അങ്ങനെ റിസർവ് ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല. നമ്മൾ അത്രയും ബിസി ആയതുകൊണ്ടല്ല, സംഭവം പ്രീ പ്ലാൻഡ് അല്ല ഈ ട്രിപ്പ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു, അങ്ങനെ റിസർവേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കണ്ടുപിടിച്ച് പോവാന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ ബീച്ചിൽ ആദ്യം എത്തിയത്. ഇതൊരു പ്രൈവറ്റ് ബീച്ച് ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. നല്ല അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് റീൽസൊക്കെ എടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഹൗസ് കാണാനായിട്ട് പോവാണ്. ഇവിടെ കുറച്ചും കൂടി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. നല്ല നട്ടപ്പൊരി വെയിലത്താണ് പോയത്. അതുകൊണ്ട് കരിഞ്ഞ കായപ്പം പോലെ ആയി. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യലാണല്ലോ മുഖ്യം. അതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് വെയിലൊന്നും നോക്കാതെ അവിടെ കുറേ കണ്ടു, നടന്നു. കാനഡയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇവിടെ എല്ലാത്തിനും എന്തിനും ഏതിനും റിസർവേഷൻ വേണം. നമ്മൾ ആദ്യമേ ഒരു 2-3 ആഴ്ച മുന്നേ അത് പ്രിപ്പയർ ചെയ്ത്, അത് ഓർഗനൈസ് ചെയ്ത്, ഓക്കെ വിളിച്ച് കൺഫേം ആക്കി റിസർവേഷൻ എടുത്ത് എന്നിട്ടേ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ട്രാവലിംഗ് ആയിക്കോട്ടെ, ഫുഡ് കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ശരിയാണ്, നാട്ടിലാണെങ്കിലും കുറേ സ്ഥലങ്ങളിൽ ഈ റിസർവേഷനും കാര്യങ്ങളും വേണം. പക്ഷേ എല്ലാത്തിനും, ചെറിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണെങ്കിലും ചെറിയൊരു റെസ്റ്റോറൻറ്റിലാണെങ്കിലും നമ്മൾ റിസർവ് ഒക്കെ ചെയ്യുമോ? ഇവിടെ അങ്ങനെ പറയുന്നത് കേൾക്കാം, ഓക്കെ ഞാൻ ഇന്ന് റെസ്റ്റോറൻറ്റിൽ പോകാനുള്ളത് റിസർവേഷൻ ഉണ്ട്. എന്ത് തേങ്ങയാണെന്ന് എനിക്ക് മനസ്സിലാവാറില്ല ചിലപ്പം. പക്ഷേ അത് ഓരോ നാടിൻ്റെ രീതിയാണ്, അങ്ങനെ കുറ്റം പറയുകയല്ല. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല, സത്യം പറയാമല്ലോ. എനിക്കിപ്പോൾ ബിരിയാണി കഴിക്കണം എന്ന് തോന്നിയാൽ ഇപ്പം വണ്ടി എടുക്കുക, പോവുക, കഴിക്കുക. അല്ലാതെ അത് 2 ആഴ്ച മുന്നേ എനിക്ക് ഇന്ന് ബിരിയാണി കഴിക്കണം എന്നുള്ളത് മൈൻഡ് സെറ്റ് അതെങ്ങനെ മനസ്സിലാവും? എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ അത്ര സിസ്റ്റമാറ്റിക് അല്ലാത്തത് കൊണ്ടും, പിന്നെ
എന്താണ് സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ തോന്നുമ്പം അപ്പം തന്നെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആളായതുകൊണ്ടും തോന്നുന്നതായിരിക്കാം. എന്തായാലും അങ്ങനെ ആവട്ടെ, ലീവ് ഇറ്റ്, ടോപ്പിക്ക് മാറ്റാം. ബാക്ക് ടു ടോബർമോറി. അന്തിപ്പൻ വെട്ടം കടലിൽ മെല്ലെ താഴുമ്പോൾ മാനത്തെ മുല്ലത്തറയിലെ മാണിക്കച്ചെപ്പ് മാണിക്കച്ചെപ്പ് താനാതിന് തരതിന് തരതിന് തര തനനനതിന് തരതിന് തരത താനാതിന് തരതിന് തരതിന് തര തനനനതിന് തരതിന് തരത താ തായോ താഴക്കുരുവിക്ക് വിമാനച്ചിറകി സുൽത്താൻമാരത്തൊരുമിച്ചിരിക്കാൻ ആരാണ ബീവി അതിലാരാണ ഊരി. ഓക്കെ, അടുത്ത ആൾ വിട്ടോ, അടുത്ത ആൾ വിട്ടെ. അങ്ങനെ നമ്മൾ അവസാനം എത്തിയത് സോബിൾ ഫോൾസിലാണ്. ഇതൊരു പ്രൊവിൻഷ്യൽ പാർക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പാർക്കിലും ഉണ്ടാകുന്ന പരിപാടികൾ ബൈക്കിങ്ങും കെനോയിങ്ങും പിന്നെ എന്താണ് ഫിഷിങ്, ഹൈക്കിങ് ഒക്കെ ഉള്ള സ്ഥലമാണ്. ക്യാമ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ ക്യാമ്പ് ചെയ്യാൻ തീരെ പ്ലാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഡേ യൂസ് ടിക്കറ്റ് ആണ് എടുത്തത്. നമ്മൾ കുറച്ചൊക്കെ പറ്റുന്ന പോലെ വെള്ളത്തിലൊക്കെ കളിച്ചു. അധികം കളിക്കാൻ നിന്നില്ല, കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പായിരുന്നു വെള്ളത്തിന്. പിന്നെ നമ്മൾ അധികം നനയണ്ടെന്നും വിചാരിച്ചു. പക്ഷെ അവിടെയുള്ള സ്ഥലങ്ങൾ കാണാനും അവിടത്തെ ഫോള് കാണാനും ഒക്കെ നല്ല ഭംഗിയായിരുന്നു. നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇതൊരു നല്ല സ്പോട്ടായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞതോടെ നമ്മൾ സന്ധ്യ ആവാറായി, തിരിച്ച് വീട്ടിലേക്ക് പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈവ് ചെയ്യാനുണ്ട്. ഒരു 300-400 കിലോമീറ്റർ തിരിച്ചെത്തണം. പിന്നെ നമ്മളെ കസിൻസിന് തിരിച്ച് അവരെ വീട്ടിലേക്കും പോകണം. ഇന്നത്തെ ട്രിപ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടോബർമോറി എല്ലാ പ്ലേസസും കവർ ചെയ്തോന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ നമ്മളെ വൈബ് അടിപൊളിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.